തൽക്കാലം ഈ ചുറ്റുവട്ടത്തിപ്പോൾ ആ വീട് ഒഴിവുള്ളൂ കുഞ്ഞ്. പക്ഷേ മോളെങ്ങനെയാ ഞാനവിടെ? കുഞ്ഞിനെ പോലെയുള്ള പെൺകുട്ടികൾക്ക് നിൽക്കാൻ പറ്റിയ ഇടമല്ല അത്. രവിയേട്ടൻ നിസ്സഹായതയോടെ എന്നെ നോക്കി. ഇവിടുത്തെ സ്കൂളിലേക്ക് മാറ്റം കിട്ടി ഈ നാട്ടിലേക്ക് വന്നിട്ട് മാസം 2 ജോലിക്കാരായ മക്കളോടൊപ്പം പോവാതെ മരിച്ചുപോയ ഭർത്താവ് ഉറങ്ങുന്ന മണ്ണ് വിട്ട് എങ്ങോട്ടും പോവില്ലെന്ന് വാശി പിടിച്ച് നിന്നിരുന്ന യശോദാമ്മയുടെ ഒപ്പമായിരുന്നു കഴിഞ്ഞ 2 മാസങ്ങളായി. വാടക വേണ്ടെന്ന് പറഞ്ഞെങ്കിലും തന്റെ നിർബന്ധം കൊണ്ടാണ് വാടക എന്ന പേരിൽ ഒരു ചെറിയ തുക അവർ വാങ്ങിയത്. സ്കൂളിൽ നിന്നും കുറച്ചധികം ദൂരം നടക്കാനുണ്ടായിരുന്നെങ്കിലും തന്റെ പഴയ 2 വീലർ അതിനൊരു പരിഹാരമായിരുന്നു. സുഖമായിരുന്നു അവിടെ. അനാഥാലയത്തിൽ ജനിച്ചു വളർന്നവൾക്ക് ഒരമ്മയെ കിട്ടിയിരുന്നു. പക്ഷേ ആ സന്തോഷത്തിന് അല്പായുസായിരുന്നു. യശോദാമ്മ ബാത്റൂമിൽ വീണ് നട്ടിലിന് ക്ഷതം സംഭവിച്ച് കിടപ്പിലായതോടെ അവർക്ക് മനസ്സോടെയാണെങ്കിലും മക്കളോടൊപ്പം പോവേണ്ടി വന്നു. താൻ വീണ്ടും പെരുവഴിയിലുമായി. അപ്പോഴാണ് സ്കൂളിലെ പ്യൂൺ രവിയേട്ടൻ ആ വീടിന്റെ കാര്യം പറയുന്നത്. ഡോക്ടർ അരവിന്ദിന്റെ വീട് അല്ല, അയാളുടെ അമ്മയും സഹോദരനും താമസിക്കുന്ന വീട്. ഡോക്ടർ അരവിന്ദിന്റെ ക്ലിനിക്ക് സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ്. പലവട്ടം കണ്ടിട്ടുണ്ട് ഡോക്ടർ. സൗമ്യശീലനായ ഒരു മനുഷ്യൻ. അയാളുടെ ഭാര്യ ഷൈനയും അങ്ങനെ തന്നെ. നാട്ടുകാർക്കെല്ലാം നല്ല മതിപ്പാണ് ഡോക്ടർ. പക്ഷെ അനിരുദ്ധൻ, ഡോക്ടറുടെ അനിയൻ, ഭൂലോക തെമ്മാടിയും റൗഡിയുമാണ്. ആരെയും പേടിയുമില്ല, ആരോടും സ്നേഹവുമില്ല. പലപ്പോഴും റോഡരിയിൽ കുടിച്ച് ബോധം മറിഞ്ഞ് വീണെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. കവലയിൽ ആരോടൊക്കെയോ അടിയുണ്ടാക്കുന്നത്. ഒരു നാൾ ആടി വന്ന് വീഴാൻ തുടങ്ങിയത് തൻ്റെ വണ്ടിക്ക് മുമ്പിലായിരുന്നു. കേട്ടാലിറക്കുന്ന തെറികൾ വിളിച്ചു പറഞ്ഞവൻ്റെ കവിളത്തിട്ട് ഒരെണ്ണം പൊട്ടിക്കാൻ തോന്നിയതാണ്. പക്ഷേ കൊന്നത്തെങ്ങ് പോലെ നിൽക്കുന്ന അയാളുടെ കവിളിലേക്ക് കൈവീശി അടിക്കാനുള്ള കഷ്ടപ്പാടും ആ അജാനബാഹു തിരിച്ചു പ്രതികരിച്ചാൽ താൻ തവിടുപൊടിയാവുമെന്ന ബോധവും കാരണം രൂക്ഷമായൊരു നോട്ടത്തിൽ പ്രതികരണം ഒതുക്കി വണ്ടിയെടുത്ത് പോയി. അവക്കട അപ്പന്റെ വകയിലെ റോഡ് ഉണ്ടക്കണ്ണി. അയാൾ പിറകിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേൾക്കാമായിരുന്നു. വൃത്തിയിട്ടവൻ. അതിൽ പിന്നെ അയാളെ കണ്ടാൽ വഴിമാറി പോകാനാണ് പതിവ്. സദാ ചുവന്ന് കിടക്കുന്ന കണ്ണുകളും വെട്ടിയൊതുക്കാത്ത മുടിയും താടിയും മുഷിഞ്ഞ വേഷവും. ആ അമ്മയെ അമ്പലത്തിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കണ്ണുകളിൽ തുളുമ്പുന്ന വിഷാദഭാവമാണ് ഞാൻ ആദ്യ നോട്ടത്തിൽ കണ്ടത്. പാവം, ആ ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് കൈകൂപ്പി കരയുന്നുണ്ടായിരുന്നു. സങ്കടം വന്നെനിക്ക്. ആ അമ്മക്കും ഡോക്ടർക്കും ഇടയിൽ ഇങ്ങനെയൊരു അസുരവിത്ത് എങ്ങനെ വന്ന് പെട്ടെന്തോ. അതിനുള്ള ഉത്തരം തന്ന് രേവതിയായിരുന്നു. പെട്ടെന്ന് ആരോടും അങ്ങനെ അടുക്കാത്ത എന്നെ കലപിലാ സംസാരം കൊണ്ട് പാട്ടിലാക്കിയ എൻ്റെ സഹപ്രവർത്തക രേവതി ടീച്ചർ. ആദ്യ കാഴ്ചയിൽ തന്നെ പേരറിയാത്തൊരു അടുപ്പം തോന്നിപ്പോകുന്ന ചിലരില്ലേ, അങ്ങനെ ഒരാൾ. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ കൂട്ടുകാരികളായിരുന്നു. അവരേതോ നല്ല തറവാട്ടിലുള്ളതാ. സഹോദരങ്ങളും നല്ല നിലയിലാണ്. ദേവിയമ്മയുടെ ഭർത്താവ് ആ അനിരുദ്ധനെ പോലെ തന്നെ ആയിരുന്നു. ജോലിയും സമ്പത്തൊക്കെ കണ്ടിട്ടാണത്രേ ദേവിയമ്മയെ അയാൾക്ക് വിവാഹം ചെയ്ത് കൊടുത്ത്. പക്ഷെ അയാളൊരു മുടുക്കുടിയും തെമ്മാടിയായിരുന്നു. എല്ലാം അയാൾ നശിപ്പിച്ചു. അവർ വല്ലാതെ ഉപദ്രവിക്കായിരുന്നു. അയാൾക്ക് കള്ളുടിക്കാനുള്ള കാശും അവർ വല്ല വീട്ടിലും പണിക്ക് പോയി കിട്ടുന്നില്ലെന്ന് കൊടുക്കണം. ദേവിയമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാ അതുങ്ങളെ വളർത്തിയത്. പറഞ്ഞിട്ടെന്താ, ഒരുത്തൻ അച്ഛനെ കണ്ട ആ ശീലങ്ങളിൽ നിന്ന് വിട്ടുന്നപ്പോൾ മറ്റവൻ അത് അപ്പാടെയങ്ങ് പകർത്തിയെടുത്തു. ദേവിയമ്മ ഞങ്ങൾക്കരികിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ അവരെ നോക്കി. ഇവർക്കൊരു മോനും കൂടി ഉണ്ടായിരുന്നു. ഡോക്ടർക്ക് ആ കാലിനുമിടയിൽ മരിച്ചുപോയി. കുട്ടിയായിരിക്കുമ്പോൾ അതിന് ഇവരുടെ ഭർത്താവ് ചവിട്ടി കൊന്നതാണെന്നൊക്കെയാണ് കേട്ടത്. എന്തായാലും അയാൾ കുടിച്ച് വഴിയരികിൽ കിടന്ന് പൊഴുത്താ ചത്ത്. എന്നിട്ട് എന്താ ചെയ്തു? ആ അമ്മ അനുഭവിച്ചതിന് പകരാവോ? എനിക്കെന്തോ വല്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നി. കുഞ്ഞുനാളിൽ കേട്ടു പഴകിയ കഥകളിൽ എന്ന പോലെ അനാഥത്വത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനെത്തുന്ന അച്ഛനെയും അമ്മയും ഞാനും പ്രതീക്ഷിച്ചിരുന്നു. എന്നെ വേണ്ടാതെ ആ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു പോയവർ ഒരിക്കലും എന്നെ തിരഞ്ഞെത്തില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ പഠിച്ചു തുടങ്ങിയിരുന്നു. ബന്ധങ്ങൾ ഉണ്ടായിട്ടും അതിന് വിലറിയാത്തവരും, സങ്കടങ്ങൾ പറയാനും സന്തോഷം പങ്കിടാനും ചിലപ്പോഴൊക്കെ വെറുതെ ഒന്ന് കെട്ടിപ്പിടിക്കാനും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് ചിന്തിക്കുന്നവരും. എന്തോ ആ അനിരുദ്ധനോട് വല്ലാത്ത വെറുപ്പ് തോന്നി. ഇതുവരെ ആരോടും തോന്നാത്തത്ര. ആ വീട്ടിലാണോ രവിയേട്ടൻ എനിക്ക് താമസിക്കാനൊരു ഒഴിവ് കണ്ടെത്തിയിരിക്കുന്നത്? അരവിന്ദ് ഡോക്ടർ പഠിച്ച് ജോലിയൊക്കെ ആയപ്പോൾ വീട് പുതുക്കി പണിതു. പക്ഷേ കല്യാണം കഴിച്ച് ഭാര്യയും കൊണ്ട് അവിടെ അമ്മയോടൊപ്പം താമസിക്കാനുള്ള യോഗം ഉണ്ടായില്ല. ഡോക്ടറുടെ താന്തോന്നിയായ അനിയനും കൂടെ താമസിക്കുന്നിടത്തേക്ക് പെണ്ണിനെ തരില്ലെന്ന് ഡോക്ടർ അരവിന്ദ് പ്രണയിച്ച ഷൈനയുടെ വീട്ടുകാർ തറപ്പിച്ചു പറഞ്ഞു. ദേവിയമ്മ തന്നെയാണ് അരവിന്ദ് ഡോക്ടർ പറഞ്ഞ് സമ്മതിപ്പിച്ച് വേറൊരു വീട്ടിലേക്ക് താമസം മാറ്റിപ്പിച്ചത്. അമ്മയെ കൂടെ അങ്ങോട്ട് വിളിച്ചെങ്കിലും താൻ അവിടെ താമസിക്കുന്നതിൻ്റെ പേരിൽ അനിരുദ്ധൻ അവിടെയും കയറി ഇറങ്ങി അരവിന്ദിൻ്റെയും ഭാര്യയുടെയും ജീവിതം കൂടെ അപകടത്തിലാക്കേണ്ടെന്ന് കരുതിയാവും ദേവിയമ്മ സമ്മതിച്ചില്ല. അമ്മയെ കാണാൻ വരുന്ന അരവിന്ദ് ഡോക്ടറുമായി അനിരുദ്ധൻ പലപ്പോഴും വഴക്കിടും. അതോടെ അരവിന്ദ് ഡോക്ടറുടെ വീട്ടിലേക്കുള്ള വരവ് ദേവിയമ്മ നിർത്തിച്ചു. പകരം മകനെയും കുടുംബത്തെയും കാണണമെന്ന് തോന്നുമ്പോൾ അവരങ്ങോട്ട് പോകും. അമ്മയും മകനും മാത്രം താമസിക്കുന്ന വീടിൻ്റെ മുകളിലെ നില ഒഴിഞ്ഞു കിടക്കുവാണ്. അനിരുദ്ധനെ പേടിച്ച് ആരും ആ വീട്ടിലേക്ക് തന്നെ കയറാറില്ല. അങ്ങനെ ഒരിടത്തേക്ക് പിന്നെ ഞാൻ എന്തു ചെയ്യടി? ഈ പട്ടിക്കാട് താമസിക്കാൻ ഒരിടം കിട്ടണ്ടേ? നീ രണ്ടാമത് പറഞ്ഞതിന് തൽക്കാലം ഞാൻ മറുപടി പറയുന്നില്ല. അല്ലേ ലിലി, നീ എന്നിട്ട് അവിടെ താമസിക്കാൻ തീരുമാനിച്ചോ? ആ വൃത്തികെട്ടെന്ന് നിനക്ക് അറിയാലോ അല്ലേ?
പിന്നെ ഞാൻ എന്നാ ചെയ്യാനടി? എൻ്റെ ഏട്ടനും ഏട്ടത്തിയും നമ്മളെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലേ. വലിയ സ്നേഹമാണെങ്കിലും അതിൽ വലിയ സംശയമാണ് ഏട്ടത്തിക്ക് ഏട്ടനെ. അതിനിടയിൽ നിന്നെ കൂടെ കൊണ്ടിടാൻ വയ്യാഞ്ഞിട്ടാ. അല്ലെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചേനെ. അതൊന്നും സാരല്ല രീവ്, തൽക്കാലം അവിടെ തന്നെ നോക്കാം. ഒട്ടും പറ്റില്ലെങ്കിൽ വേറെന്തെങ്കിലും നോക്കാം. അങ്ങനെ ഞാൻ കൂടും കുടുക്കയും എടുത്ത് ദേവിയമ്മയുടെ വീട്ടിലെത്തി. താമസം തുടങ്ങി 2-ാം ദിവസമാണ് ആ കാരൻ കാര്യം പറഞ്ഞത്. ഒച്ചപ്പാടും ബഹളവും കേട്ടെങ്കിലും ഞാൻ താഴേക്ക് ഇറങ്ങിച്ചെന്നില്ല. ഒടുവിലെല്ലാം ശാന്തമായപ്പോൾ എന്തു പറഞ്ഞാവും ദേവിയമ്മ അയാളെ ശാന്തനാക്കിയെന്ന് എനിക്ക് തെളിയ ആകാംക്ഷ തോന്നിയിരുന്നു. കഴിവതും അയാളുടെ മുമ്പിൽ ചെന്നുപെടാൻ നടന്നെങ്കിലും അപ്രതീക്ഷിതമായി മുമ്പിലെത്തുമ്പോൾ ലോകത്തെ സകല പുച്ഛത്തിൻ്റെ ഹോൾസെയിൽ ഡീലറാണെന്ന മട്ടിൽ ഒരു എക്സ്പ്രഷനും ഇട്ട് എന്നെ നോക്കിയൊന്ന് കാറി തുപ്പിയിട്ട് അയാൾ നടന്നു പോകും. അയാൾ കേൾക്കാതെയാണെങ്കിലും വായിൽ വരുന്നൊക്കെ പറഞ്ഞ് ദേഷ്യം നടക്കും ഞാൻ. എന്നാലും ദേവിയമ്മയുടെ കണ്ണീരും മുഖവും കാണുമ്പോഴൊക്കെ ഞാൻ ആ കാരനെ പ്രാകും. അയാളൊന്ന് ചത്തുപോയിരുന്നെങ്കിൽ ആ അമ്മക്ക് സുഖമായി അരവിന്ദ് ഡോക്ടറിന്റെ കൂടെ താമസിക്കാമായിരുന്നു. ഇടയ്ക്കിടെ അയാൾ താഴെ അമ്മയോട് വഴക്കൂടുന്നതിനെയും സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നതിനെയും ശബ്ദം കേൾക്കാമെങ്കിലും എന്ത് സംഭവിച്ചാലും താഴേക്ക് വരുതെന്ന് ദേവിയമ്മ കട്ടായം പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി ചെല്ലാറില്ല. ദിവസങ്ങൾ കടന്നുപോയി. മാസാവസാനം ഞാൻ ദേവിയമ്മക്ക് കൊടുത്ത വാടകാശ് എന്റെ മുമ്പിൽ വെച്ച് എന്നെ കൈയോടെ അയാൾ വാങ്ങിക്കൊണ്ടുപോയപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അവിടെ താമസിക്കുന്നതിന് അയാൾ എതിര് പറയാത്തതെന്ന് ഞാൻ അറിഞ്ഞു. മോളുവാ, ചായ കുടിക്കാം. ഞാനൊന്ന് കുളിച്ചിട്ട് വരാൻ ദേവിയമ്മേ. എന്തിനെന്നറിയാൻ നിറയുന്ന കണ്ണുകൾ അവരിൽ നിന്ന് മറച്ചു പിടിക്കാൻ ഞാനും ധൃതിയിൽ പടികൾ കയറിപ്പോയി. 18 തികയുന്നതിന് മുമ്പേ വിവാഹമെന്ന അധികാര കൈമാറ്റത്തിൽപ്പെട്ട് ചതഞ്ഞറിഞ്ഞു പോയൊരു ജീവിതം. അയാളുടെ ചവിട്ടുകൊണ്ട് ചോര നീരാക്കി പണിയെടുത്ത് 2 കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കിയപ്പോൾ അതിലൊരെണ്ണം ഇങ്ങനെയും. എന്തിനാണ് ആ പാവ സ്ത്രീ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ദൈവത്തിനോട് പോലും ദേഷ്യം തോന്നിപ്പോയി എനിക്ക്. അനിരുദ്ധൻ എന്ന പേരിനോട് പോലും വെറുപ്പ്. വാടകാശ് വാങ്ങിപ്പോയവൻ അന്ന് തിരികെ വന്നിരുന്നില്ല. അന്ന് രാവിലെ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ദേവിയമ്മക്ക് പനിയുണ്ടായിരുന്നു. അരവിന്ദും ഷൈനയും ദൂരെ എവിടെയോ കല്യാണത്തിന് പോയതാണ്. തൽക്കാലം അരവിന്ദ് ഡോക്ടറോട് പറയേണ്ടെന്ന ദേവിയമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ പൊടിയരിക്കഞ്ഞിയും ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. വൈകുന്നേരം ഞാൻ തിരിച്ചു വരുമ്പോൾ മുറ്റത്ത് നിന്നെ ഉള്ളിൽ അയാളുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ദേവിയമ്മക്ക് സുഖമില്ലല്ലോ. വണ്ടി ഒരു അരികിലേക്ക് ചേർത്ത് നിർത്തി ഞാൻ ധൃതിയിൽ അകത്തേക്ക് കയറി. ഹാളിൽ എന്തൊക്കെയോ എടുത്തെറിയുന്നുണ്ട് അയാൾ. കാലൻ അങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. എന്നെ കാണുന്നില്ല. മോൻ വന്നപ്പോൾ കഴിക്കാൻ വിഭവസമൃദ്ധമായ ഭക്ഷണമൊന്നും കണ്ടില്ല. അതിന്റെ കലിപ്പ. നിങ്ങൾക്കിവിടെ പിന്നെ എന്താ പണി തളേ? ആ ഒറ്റ വാക്കിൽ എന്റെ സകല നിയന്ത്രണവും വിട്ടുപോയിരുന്നു. ദേഹത്തെന്തോ ബാധ കയറിയതുപോലെയായിരുന്നു എന്റെ ഭാവം.